മിക്സിയുടെ ചെറിയ ജാറിൽ അരക്കപ്പ് ചോറും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ആദ്യം ഇതൊന്ന് അരച്ചെടുക്കുക. ഇനി ഇതിൽ അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കിത് നല്ലതുപോലെ ഈ ചോറ് തരിതരിപ്പായിട്ട് കിടക്കാതെ നമുക്ക് അരഞ്ഞു കിട്ടും. ചില ജാറിലുണ്ടല്ലോ നമ്മൾ ചോറ് വെള്ളവും കൂടി ഒരുമിച്ച് ചേർത്ത് അരയ്ക്കുമ്പോഴത്തേക്ക് തരിതരിപ്പായിട്ട് കിടക്കും. അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു പാത്രത്തിൽ 1 കപ്പ് ഗോതമ്പ് മാവും കുറച്ച് ബട്ടറും ഒരു 1.5 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് ഈ മാവും സൺഫ്ലവർ ഓയിലും ബട്ടറുമായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതേപോലെ കൈ കൊണ്ട് ഞെരടി ചേർത്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിരുന്ന ആ ചോറിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ബട്ടറും ഓയിലും ഒക്കെ മിക്സ് ചെയ്തതുപോലെ തന്നെ മാവും ചോറുമായിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് വേണം കുഴച്ചെടുക്കാനായിട്ട്. 1 കപ്പ് മാവിൽ അരക്കപ്പ് ചോറും അരക്കപ്പ് വെള്ളവും ചേർത്ത് അരച്ച ആ ഒരു കൂട്ട് ഒഴിച്ച് മാവ് നനച്ചപ്പോൾ എനിക്കിതിൽ 1 ടീസ്പൂണോളം വെള്ളവും കൂടി ചേർത്ത് കുഴച്ചപ്പോഴാണ് ഈ ഒരു പരുവത്തിൽ റെഡിയായി കിട്ടിയത്. നമുക്ക് ഈ മാവ് വേണ്ടത് ചപ്പാത്തിയുടെയൊക്കെ ആ ഒരു പരുവത്തിലാണ്. ഇനി കുഴച്ച് ഉരുട്ടിയെടുത്ത മാവിൽ കുറച്ച് എണ്ണ മാവിൻ്റെ മുകളിൽ മൊത്തത്തിലാവുന്നത് വരെ തൂത്ത് അരമണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ചു വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം കണ്ട മാവ് നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ചെറിയ ചെറിയ ബോൾസാക്കി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കണം. ഇങ്ങനെ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ മാവിൻ്റെ മുകളിൽ വല്ല കീറലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിതാ ഇതേപോലെ ചപ്പാത്തി പരത്തുന്ന പലകയിൽ വെച്ച് പ്രസ് ചെയ്ത് ഉരുട്ടിയെടുക്കണം. അതല്ല കയ്യിൽ വെച്ച് വേണമെങ്കിലും ഇതിങ്ങനെ ചെയ്യാം. സാധാരണ നമ്മൾ എണ്ണയൊക്കെ തൂത്ത് അങ്ങനെ കുഴച്ച് അടച്ച് വെച്ചിട്ടൊക്കെ എടുത്താൽ കീറലോ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. അഥവാ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇനി ഗോതമ്പ് പൊടി തൂത്ത് നമുക്കിത് തിന്നായിട്ട് ഓരോ ബോൾസും പരത്തിയെടുക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ സൺഫ്ലവർ ഓയിൽ തൂത്ത് 4 ഭാഗവും അകത്തേക്കിങ്ങനെ മടക്കി ഒട്ടിച്ചെടുക്കുക. ഇനി ഇത് തിരിച്ച് വെച്ചതിന് ശേഷം നമുക്ക് മുകളിൽ നിന്ന് താഴോട്ടും താഴെ നിന്ന് മുകളിലോട്ടും ആക്കി 2 ഭാഗവും അതേപോലെ പരത്തിയെടുക്കണം. അപ്പം എന്താ ഇതേപോലെ സ്ക്വയറായിട്ട് കിട്ടും. ഇനി ഇത് ചൂടായ ചട്ടിയിലിട്ട് നമുക്ക് ചുട്ടെടുക്കണം. ഈ സമയത്ത് ഓയിലൊന്നും തേക്കുന്നില്ല. നമ്മൾ ആദ്യം ചേർത്ത ആ ഓയിൽ മാത്രമേ ഈ മാവിലുള്ളൂ. ദാ നല്ലതുപോലെ പൊള്ളി വരുന്നുണ്ടേ. നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ മടക്ക് ചപ്പാത്തി. അപ്പം നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു രീതിയിൽ നമുക്കിതെല്ലാം ഒന്ന് പരത്തി ഒട്ടിച്ച് ചുട്ടെടുക്കാം. പിന്നെ ഇത് പരത്തുന്ന സമയത്ത് മാവിൻ്റെ നടുക്ക് ഭാഗത്ത് നമ്മൾ നല്ലതുപോലെ പ്രസ് ചെയ്ത് പരത്തിയെടുക്കുമ്പോൾ ഉണ്ടല്ലോ ഈ കോണ് ഭാഗം 4 സൈഡിലോട്ട് പോകും. അപ്പോൾ കാണുന്നതിനൊരു ഇത് ഉണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ഇതാ കണ്ട നല്ല ലെയറായിട്ട് മടക്ക് ചപ്പാത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ?